നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവനിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 5-6 വാക്യങ്ങൾ. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീസസ് ഈസ് റിസൺ എന്നതാണ് ഈസ്റ്ററിൻ്റെ എക്കാലത്തെയും സന്ദേശം. ജീവിതത്തിൽ നമ്മെ തേടിയെത്തുന്ന ഏത് ദുരനുഭവത്തെയും മറികടക്കുവാൻ കരുത്ത് പകരുന്ന പ്രതീക്ഷയാണ് ഉത്ഥാനം. അസാധ്യതകളുടെ സാധ്യതയാണ് ഈസ്റ്റർ. പ്രത്യാശയില്ലാത്ത വിധം മടുപ്പുളവാക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പല കാരണങ്ങളാൽ ഇന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യരാണ് അധികവും കാണുന്നത്. ലഹരിയും കയ്യേറ്റങ്ങളും കടക്കണിയും യുദ്ധവും ഭീകരവാദവും പലായനങ്ങളും ജാതിയുടെയും നിറത്തിൻ്റെയും പേരുള്ള വേർതിരിവുകളും മതത്തിൻ്റെയും സ്വത്തുടമസ്ഥതയുടെയും പേരുള്ള തർക്ക വിതർക്കങ്ങളും നിയമ പോരാട്ടങ്ങളും പണ്ടത്തേക്കാൾ ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. ഒറ്റയ്ക്കും കൂട്ടായും ആത്മഹത്യകൾ പെരുകുകയാണ്. ജീവിതം വേണ്ട എന്നും ജീവിതത്തിൽ തോറ്റുപോയെന്നും പറഞ്ഞ് പടിയിറങ്ങുകയാണ് പലരും. ഇനി സാധ്യതയില്ല എന്ന് ലോകം പറയുമ്പോൾ ദൈവത്തോട് ചേർന്ന് ഇനിയും പുത്തൻ സാധ്യതയുണ്ട് എന്നാണ് ഉത്ഥാനം നമ്മോട് പറയുന്നത്. മരിച്ചുവെന്ന് എല്ലാവരും വിധി എഴുതിയപ്പോഴും അത്ഭുതകരമായ ഒരു മടങ്ങിവരവാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെ സാധ്യമായത്. ദൈവത്താൽ അസാധ്യമായ ഒന്നും തന്നെയില്ല. ശ്മശാനത്തിനപ്പുറവും ജീവന് സാധ്യതയുണ്ട്. ലോകത്തിൻ്റെ അസാധ്യതകളിലെ ദൈവത്തിൻ്റെ സാധ്യതയാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഏത് പ്രതിസന്ധിയെയും നേരിടുവാനും അതിജീവിക്കുവാനും ഉയർപ്പ് നമ്മെ പ്രാപ്തരാക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുള്ള പ്രത്യാശ വിശ്വാസിയുടെ ജീവിതത്തെ പ്രകാശിതവും നിറവുമുള്ളതാക്കണം. നേരിൻ്റെ വിജയമാണ് ഈസ്റ്റർ. ക്രൂശിനോട് ചേർന്ന് മാത്രമേ ഉത്ഥാനത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നിലവിലുണ്ടായിരുന്ന ഭരണവർഗത്തോടും മതഘടനകളോടും പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമായിരുന്നു യേശുവിൻ്റെ ക്രൂശ്. ഘടനകൾ മനുഷ്യത്വരഹിതമാകുമ്പോൾ നീതിപൂർവമായ പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടത് എക്കാലത്തും ആവശ്യമാണ്. ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരമുറകളും സംസ്ഥാന, ദേശീയ, ആഗോള തലങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാൽ അവയെ രാഷ്ട്രീയ അട്ടിമറിയിലൂടെയോ സാമ്പത്തിക ഉപരോധത്തിലൂടെയോ മതശക്തി കൊണ്ടോ നിയമം കൊണ്ടോ പരാജയപ്പെടുത്തുവാനോ നീതിപൂർവമായ പ്രതികരണങ്ങളെ നിശബ്ദമാക്കുവാനോ ഒരു കാലത്തും സാധിക്കുകയില്ല. യേശുവിൻ്റെ കല്ലറയെ മൂടിയ വലിയ കല്ലും അതിൻ്റെ മുദ്രയും ഉയർപ്പിന് ഉപരോധം തീർക്കുവാൻ പര്യാപ്തമല്ലായിരുന്നു. എത്ര തമസ്കരിച്ചാലും സത്യവും നീതിയും ഒരിക്കലും പരാജയപ്പെടില്ല. അതും ജയിക്കുക തന്നെ ചെയ്യുമെന്ന് ഉത്ഥാനം വെളിവാക്കുന്നു. ഇന്നും തിന്മകളുടെയും മരണത്തിൻ്റെയും ശക്തികൾക്കെതിരെ പോരാടുവാൻ ഉയർപ്പ് നമുക്ക് കരുത്തേകണം. അപ്പോഴാണ് യേശുവിൻ്റെ ഉത്ഥാനം നമ്മിൽ യാഥാർത്ഥ്യമാകുന്നത്. സാക്ഷ്യത്തിനുള്ള ആഹ്വാനമാണ് ഈസ്റ്റർ. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് കേട്ട ഉടനെ മറിയയും കൂട്ടരും ശിഷ്യരോടെ ഈ സദ്വാർത്ത അറിയിക്കുവാൻ ബന്ധപ്പെടുന്നു. അവരാണ് ഉയർപ്പിൻ്റെ ആദ്യ സാക്ഷികൾ. അവർക്ക് പങ്കിടുവാൻ ഒരു സന്ദേശമുണ്ടായിരുന്നു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ യേശു. അത് ലോകത്തോട് പങ്കിടുവാനുള്ള തിടുക്കബോധമാണ് ആദിമസഭയിൽ ദർശിക്കുന്നത്. ഓരോ ഉയർപ്പും സാക്ഷ്യത്തിനുള്ള ആഹ്വാനമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നാം അനുഭവിച്ചറിയണം. അനുദിന ജീവിതത്തിൽ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, പങ്കിടലിലൂടെ, പൊതു ഇടപാടുകളിലൂടെ നാം എല്ലാവരും സാക്ഷ്യമുള്ളവരാകണം. സഭയെ ക്രിസ്തു നിയോഗിച്ചാക്കുന്നതും നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവാൻ എന്ന ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. ഈ സാക്ഷ്യത്വം തുടർച്ചയാണ് ദൈവം സഭയിലൂടെ ആഗ്രഹിക്കുന്നത്. സഭ ഉയർപ്പിൻ്റെ സാക്ഷ്യ സമൂഹമാണ്. ഈസ്റ്റർ കേവലം വർഷത്തിലൊരിക്കൽ നോയമ്പിൻ്റെ അവസാന ദിനം മാത്രം ആഘോഷിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. അനുദിനം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കേണ്ടതാണ്. അസാധ്യതകൾ സാധ്യതയായി, നേരിൻ്റെ വിജയമായി, സാക്ഷ്യത്തിൻ്റെ പ്രേരക ശക്തിയായി ഉത്ഥാനം നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ നേരുന്നു.